ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയും ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ വേവാൻ വേണ്ടി കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ദോശ ഓരോന്നായി ചുട്ടെടുത്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സിദ്ധുമോൻ എണീറ്റിട്ടുണ്ടായിരുന്നേ. ആശാൻ ഇന്ന് രാവിലെ നല്ല മൂഡാണ്, അതുകൊണ്ടാണ് നിന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും രാവിലെ. പിന്നെ ഞാൻ കുഞ്ഞിന് ഒരിച്ചിരി ദോശ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്നെ കഴിച്ചോളും, തന്നെ നിന്ന് കഴിക്കുകയാണ് കുഞ്ഞ്. ചില സമയത്ത് ഇവന് നല്ല സ്വഭാവമായിരിക്കും, ചില സമയത്ത് ആൾ ഭയങ്കര വയലൻ്റാണ്. അപ്പോൾ ഇന്ന് നല്ല സ്വഭാവം ആയതുകൊണ്ട് തന്നെ കഴിക്കുന്ന എല്ലാം തുപ്പിക്കളയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ അവൻ പിച്ചിപ്പറിച്ച് രാവിലെ കഴിച്ചോളും. പിന്നെ അത് കഴിഞ്ഞ് സോമു ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നിന്ന് നിൽപ്പാണ് അവൻ. അപ്പം അച്ഛൻ ജോലിക്ക് പോകുമ്പം ഇങ്ങനെ നിൽക്കും കുറച്ച് നേരം. സ്കൂട്ടറിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്, പക്ഷേ ഇന്ന് എന്തായാലും കയറാൻ പറ്റിയില്ല. ഗ്രില്ല് അടച്ചിട്ടേക്കുന്നതായതുകൊണ്ട് അവന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ രാവിലെ സോമു ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുളിയും തുണി കഴുകലുമൊക്കെ അങ്ങ് രാവിലെ തന്നെ കഴിയും. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ കാശിയെ ഉണർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ ഇന്ന് എന്തോ അവൻ നേരത്തെ അങ്ങ് എണീറ്റു. ഇന്ന് അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ 9 മണിയാകുമ്പോഴാണ് ക്ലാസ്സിന് പോകേണ്ടത്. അപ്പം ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞായിരുന്നു നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് ക്യാമറ ഓണാന്ന് പറഞ്ഞപ്പോഴേ അവൻ ചാടി എണീറ്റു. പിന്നെ അതാ നൈസായിട്ട് അനിയനൊരു കടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവനിങ്ങനെയാണ്, അവനെ നന്നായിട്ട് ഉപദ്രവിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും അടിയാണ്, പക്ഷേ ഭയങ്കര സ്നേഹമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സിദ്ധുവിന് ഒരു ബാലപാഠം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ആളതിലാണ് എപ്പോഴും, കയ്യിലെപ്പോഴും അത് വേണം. പിന്നെ ഞാൻ കാശിയെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ പേസ്റ്റൊക്കെ നമ്മളെടുത്ത് കൊടുക്കണം. അവൻ ഒരുപാട് പേസ്റ്റൊക്കെ എടുക്കും. പിന്നെ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. കാശി അവിടെ ഇരുന്ന് ബ്രഷ് ചെയ്തോളും. അതിനുശേഷം ഞാൻ കാശിയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണേ. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ അവരെ കുളിപ്പിക്കും. കാശിയെ മാത്രം കുളിപ്പിക്കും. സിത്തുവിനെ ഒരു ഇച്ചിരി വെയിലൊക്കെ ആയിട്ടേ കുളിപ്പിക്കാറുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ റെഡി ആയിട്ടുണ്ട് ക്ലാസ്സിന് പോകാൻ വേണ്ടി. അടുത്തൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. അത് ഇവർ അടങ്ങിയിരിക്കത്തില്ല. ഫുഡ് കഴിക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമായിരിക്കും. അപ്പോൾ ഇവരുടെ പുറകിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി വേണം ഫുഡ് കൊടുക്കാൻ. പക്ഷേ ഇപ്പം ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ രണ്ടുപേരും കൂടി അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചോളും. കാശി അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരത്ത് ഒരിടത്തിരിക്കത്തില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ സിദ്ധുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതും പിടിച്ചുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരുവിധം പണികളെല്ലാം അങ്ങ് ഒതുക്കും. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ടൊരു ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഉണ്ട്. അപ്പോൾ 10:30ക്കാണ് ക്ലാസ്. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ഏകദേശം കുറച്ച് പണികളൊക്കെ ഞാനങ്ങ് ഒതുക്കി വെക്കും. അങ്ങനെ പിന്നെ തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് കാശിയെ റെഡിയാക്കി ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവിടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ അതിന് ശേഷം പോയിട്ട് വന്നിട്ട് സിദ്ധുവിനെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ സിദ്ധുവിൻ്റെ കൂടെ ഇരുന്ന് അതിന് ശേഷം നമ്മൾ തുണി വിരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നമ്മൾ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ വിരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ തുണി വിരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂടെ സിദ്ധു ഇറങ്ങും, കാരണം അവൻ ഒറ്റയ്ക്ക് അങ്ങനെ റൂമിനകത്ത് ഇരിക്കത്തില്ല. കൂടെ ഞാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കും. ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവനെ അവിടെ നിർത്താനും പറ്റത്തില്ല. ഇവന് ഈ തുണിയൊക്കെ എടുത്തിട്ട് മണ്ണിലിടും. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ എൻ്റെ കൂടെ കൊണ്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മെയിൻ പരിപാടിയാണ് അവിടെ കയറി നിൽക്കുക. ഇപ്പം താഴെ കിടക്കുന്ന എന്തോ എടുത്തിട്ട് അവൻ വായി വെച്ചു. ഒരു ചെറിയ കല്ലായിരുന്നു. അങ്ങനെ എപ്പോഴും വായി വെക്കും. എന്നിട്ട് എന്നെ വിളിച്ചിങ്ങനെ കാണിക്കും. പിന്നെ ആ ഒരു ചാട്ടം എപ്പോഴും അവിടെ നിന്ന് ചാടും അവനങ്ങനെ. പിന്നെ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായിരുതി. അങ്ങനെ പിന്നെ ഞാൻ റൂമിൽ TV വെച്ച് കൊടുത്തിട്ടുണ്ട്. TV വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾ ദോശ എടുത്തിട്ടുണ്ട്. ദോശയും ഗ്രീൻ പീസ് കറിയും എടുത്ത് അപ്പം ഞാൻ ഇച്ചിരി അവനും കൊടുക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റൂമൊക്കെ ഒന്ന് തൂത്തിടാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എല്ലായിടും ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിദ്ധുവിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണേ. അപ്പം സിദ്ധുവിനെ നമ്മളൊരു 10 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് കുളിപ്പിക്കും. അന്നത്തേക്ക് ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കാശിയെ വിളിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ സിദ്ധുവിനെ നമ്മൾ ചേട്ടൻ്റെ അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നോളും. എന്നാലും ഇടയ്ക്ക് കരയാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണേ. അപ്പം നമുക്കിന്ന് കോവയ്ക്ക മെഴുക്ക് വരട്ടാം, മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയേ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നേ. അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങാക്കറിയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സിദ്ധുവിനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. സിദ്ധു ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ എണീക്കത്തുള്ളൂ. അതുവരെ നല്ല ഉറക്കമായിരിക്കും. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.